എന്തു പറ്റി? ഏയ് ഒന്നുമില്ല കല്യാണി, സമയം വൈകി, ഞാൻ പോയിട്ട് വരാം. ഈശ്വരാ, പ്രോജക്റ്റ് നടന്നത് തന്നെ. കുറച്ചങ്ങോട്ട് നടക്കുമ്പോ അവന്റെ കാല് ചലിച്ചിട്ട് വേണ്ടേ അവന്റെ പ്രോജക്റ്റ് നടക്കാൻ. നീ വാ, ഇനി ഒരു ജോലി കൂടിയുണ്ട്. അരവിന്ദ് എന്താ ഇതുവരെ റെഡി ആയില്ലേ? ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? എന്തിന്? ബ്രോയെ ആട്ടിയിറക്കിയതുപോലെ കമ്പനിയിൽ അത്രയും സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ ആട്ടിയിറക്കാനാ? ഞാനിനി ഓഫീസിലേക്കില്ല. എന്താ അരവിന്ദ് ഒരുമാതിരി കുട്ടികളെ പോലെ? ദേ, അഖിൽ ആന്റി അങ്കിളും മാനസികമായി ആകെ തകർന്നിരിക്കുക. ആനന്ദെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങുകയും ചെയ്തു. ഈ സമയത്ത് അരവിന്ദ് വേണം കമ്പനിയിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ. ആന്റി അങ്കിളും മാനസികമായിട്ട് തകർന്നിരിക്കുന്നു. ബ്രോ കമ്പനി വിട്ട് പോയി. ഞാൻ വേണം കമ്പനി നോക്കാൻ. അല്ല, എനിക്കെന്താ നീ പറഞ്ഞ മനസ്സ് തകർച്ചയൊന്നും ഇല്ലേ? അതോ അവസരം മുതലാക്കി പണ്ടെന്തോ നീ ആഗ്രഹിച്ച് ഈ കമ്പനി സ്വന്തമാക്കാനുള്ള അവസരമായിട്ട് ഇത് കാണുകയാണോ? പോരാത്തമ്മളല്ലേ വാഴ വെട്ടാൻ പറ്റൂ? വേണ്ട, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഒരുപാട് പേരുടെ അധ്വാനം ഉണ്ട് ആ കമ്പനിയുടെ പിന്നിൽ. ഒന്നുമില്ലേലും 10,000 അന്നം കൊടുക്കുന്ന സ്ഥാപനമാണ് അരവിന്ദ്. അത് കുടുംബ ബന്ധങ്ങളുടെ ഉലച്ചിൽ ബിസിനസിനെ ബാധിക്കാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, നീ വലിയ MBA ഗോൾഡ് മെഡലിസ്റ്റ് ആണല്ലോ. അരവിന്ദ് പ്ലീസ്. എന്ത് പ്ലീസ്? ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു മനസ്സ് വേണം. എന്റെ ബ്രോയ്ക്ക് ഒരു അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് വലിഞ്ഞേറി ചെല്ലാനേ അരവിന്ദിനെ കിട്ടില്ല. എന്റെ ബ്രോയ്ക്ക് ഇല്ലാത്ത ഒന്നും എനിക്കും വേണ്ട. എന്തൊക്കെയാ അരവിന്ദ് ഈ പറയുന്നത്? അരവിന്ദ് ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോഴും ആ കമ്പനിയുടെ പേര് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നാ. അതിന്റെ തകർച്ച എന്നാൽ അരവിന്ദ് ഇപ്പൊ പറഞ്ഞ ആനന്ദിന്റെ തകർച്ചയായിരിക്കും അത്. നന്ദന പ്ലീസ്, ഞാൻ നിന്റെ കമ്പനിക്ക് വരണോ? വരാം, പക്ഷെ ഇതിന് എന്നെ നിർബന്ധിക്കരുത്. അരവിന്ദ് അരവിന്ദ് പറയുന്നു. സോറി നന്ദന, എനിക്ക് കുറച്ച് സമയം വേണം. അതിനുശേഷം ഞാൻ പൊക്കോളാം. സോറി അരവിന്ദ്, എന്റെ ഭാഗത്തെ തെറ്റ്. ഞാൻ അരവിന്ദിന്റെ മനസ്സറിഞ്ഞ് സംസാരിക്കണമായിരുന്നു. സോറി. സാരമില്ല, നീ പോയിട്ടോ. എനിക്ക് സുബണ്ണൊന്ന് കാണണം. ശരി, പോയിട്ട് വരാം. എന്താ അത്യാവശ്യമായിട്ട് കാണുന്നു പറഞ്ഞ് ആനന്ദിനോട് സംസാരിച്ചോന്നേ?
സംസാരിച്ചു അങ്കിളെ. പറഞ്ഞു മനസ്സിലാക്കാവുന്ന വിധത്തിലൊക്കെ ഞാൻ അവനോട് പറഞ്ഞു നോക്കി. അവ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. ആട്ടി ഇറക്കി വീട്ടിലേക്ക് ഇനി ഇല്ലെന്നാ പറയുന്നേ. അവന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കമ്പനിയുടെ കാര്യം പറഞ്ഞില്ലേ? ആനന്ദ് പോയില്ലെങ്കിൽ കമ്പനി തകരുമെന്ന് വരെ പറഞ്ഞു നോക്കാം. അപ്പൊ അവൻ പറഞ്ഞ മറുപടി കേൾക്കണോ അങ്കിളിന്? ആനന്ദ് ജനിക്കും മുമ്പേ തുടങ്ങിയ കമ്പനി ഏതെന്നും ആനന്ദ് ജനിച്ച ശേഷം കമ്പനിക്ക് തന്റെ പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞു. മാത്രമല്ല ആ കമ്പനി എങ്ങനെ നടത്തിക്കൊണ്ടു പോകണമെന്ന് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മേഡത്തിന് നന്നായിട്ട് അറിയാമെന്നും. അങ്കിളെ, സ്വന്തം അമ്മയെ അഖില മേഡം എന്ന് സംബോധന ചെയ്യുന്ന അവനോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. സുബ്രു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ മകന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രമാണെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അങ്കിളെ, എന്തോ ഇതുവരെ അവനിൽ കണ്ടിട്ടില്ലാത്തൊരു വാശി ഈ കാര്യത്തിലുള്ളതുപോലെ. കടമായിട്ടാണെങ്കിലും കുറച്ച് ക്യാഷ് വെച്ചേക്കുന്നത് നിർബന്ധിച്ചപ്പോ ഒരു സുഹൃത്താണെന്ന പരിഗണന പോലും എന്നോട് കാണിക്കാതെ അവൻ നിർദാക്ഷിണ്യം എന്നെ ഒഴിവാക്കായിരുന്നു. സുബ്രു, മോനെ, നീ എന്റെ മോനോട് സമയം പോലെ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മയ്ക്ക് മകനെയും മകൻ അമ്മയും വേണ്ടെന്ന് വാശി പിടിക്കുമ്പോൾ സ്വന്തം മകനെയും ഭാര്യയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തൃച്ചംബരത്തുണ്ട്. അങ്കിളെ, തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ പുത്രസ്നേഹത്തിന് മുന്നിൽ കുടുംബത്തിന്റെ പ്രൗഢയും പാരമ്പര്യവും ഒന്നും നോക്കിയിട്ടില്ലെന്ന് നീ അവനോട് പറയണം. മാത്രമല്ല, അയാൾക്ക് മകന്റെ മനസ്സിലും ഭാര്യയുടെ മനസ്സിലും സ്ഥാനമില്ലാത്തത് അതുകൊണ്ടാണെന്ന് കൂടി പറയാൻ മറക്കരുത്. ചത്ത കാക്കാത്തിയെ പോലുള്ള ഈ കുത്തിയിരിപ്പ് കണ്ടോ? അതൊരു കാക്കാലത്തിയുടെ ഇരിപ്പല്ലടി, തിളച്ചു മറിയുന്നൊരു കനൽ കടലുണ്ട് ആ മനസ്സിൽ. ആന്റി, ഞാനില്ലെന്ന് വെച്ച് ആന്റിക്ക് ഇത്രയും വലിയ സ്റ്റാൻഡേർഡ് ഒക്കെ ആയോ? സംസാരമൊക്കെ കുമാരനാശന്റെ പദ്യം പോലെ ഉണ്ടല്ലോ. ആശാന്റെ പ്രണയകാവ്യ അല്ലടി, എഴുത്തച്ഛന്റെ യുദ്ധകാണ്ഡമാ ഇപ്പൊ തൃച്ചംബരത്ത് അരങ്ങേറുന്നത്. നീ വാ, ആ കനൽ കടലിലേക്ക് ഒരു ചെറിയ കാറ്റ് വീശി കൊടുക്കാം. ചേച്ചി, എന്താ ചേച്ചി ഇത്? എന്തിനിങ്ങനെ വിഷമിക്കുന്നേ? അവൻ ആ അടുക്കളക്കാരിയുടെ തലയണ മന്ത്രവും കേട്ട് ജോലി അന്വേഷിച്ച് ഇറങ്ങിയിട്ടുണ്ട് ചേച്ചിയെ തോൽപ്പിക്കാൻ. ഏതായാലും ചേച്ചിയെ തോൽപ്പിച്ച് മനസ്സ് വേദനിപ്പിച്ച് ഒരു കാലത്തും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല ചേച്ചി. അവനും അവളും പട്ടിണി കിടന്ന് നട്ടം തിരിയും. എന്നാലും ഇന്നലെ വരെ ചേച്ചിയുടെ നിഴലായിട്ട് നടന്നവനാ അവൻ. ഇന്ന് അവനെ കൊണ്ട് അമ്മയ്ക്കെതിരായി വാളടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവള് ചില്ലറക്കാരിയൊന്നും അല്ല. ആന്റി, അവളുടെ ഒരു സന്തോഷം കാണുമായിരുന്നു. ഈ ലോകം പിടിച്ചടക്കിയ പോലെയായിരുന്നു അവളുടെ ഭാവം. ചേച്ചി, ഇനി മകനല്ലേന്നോർത്ത് ചേച്ചി ക്ഷമിച്ചാലും എനിക്കിതങ്ങനെ വിടാൻ പറ്റില്ല. ഈ
മനസ്സ് വേദനിച്ച അതെനിക്ക് സഹിക്കില്ല. അതെ, ഔട്ട് ഹൗസ് അവളുടെ അച്ഛന് സ്ത്രീധനം കിട്ടിയൊന്നും അല്ലല്ലോ, അഖിലേച്ചിയുടെ സ്വത്തല്ലേ. അതിൽ അവൾ അങ്ങനെ കെട്ടിലമ്മയായി വാഴിക്കില്ല ഞാൻ. അയ്യോ ആന്റി, വേണ്ട ആന്റി, ആവശ്യമില്ലാത്ത ഒന്നും വേണ്ട ആന്റി. അയ്യോ എന്താ ആന്റി, നീ കയ്യിന്ന് വിട. ഇന്ന് അവളെ ഞാൻ അയ്യോ വേണ്ട ആന്റി, പറയുന്നത് കേക്ക്. അവളടുത്ത് ചോദിച്ചിട്ട് തന്നെ കാര്യം. വിട് നീ. അയ്യോ അയ്യോ ആന്റി, അടുത്ത പ്രശ്നത്തിന് പോവാട്ടോ ആന്റി. വല്യുഞ്ഞ് പോയിട്ട് വിളിച്ചില്ലല്ലോ. ചിലപ്പോ വല്ല മീറ്റിംഗിലും ആണെങ്കിലോ. വേണ്ട, എന്താടി പാട്ടൊക്കെ അങ്ങ് നിർത്തിക്കളഞ്ഞ്? പാടടി. ഒരു കുടുംബത്തിന്റെ അന്തസ്സും സമാധാനവും ഒക്കെ കളഞ്ഞിട്ട് അവള് പാട്ടുപാടി കളിക്കുന്നു. ഒരു അസാധ്യ ജന്മം തന്നെയടി നിന്റെ. വന്നു കേറിയ കാലം മുതൽ അന്ന വസ്ത്രാദി മുട്ടാതെ കാത്തു സംരക്ഷിച്ച തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് തറവാട്ടമ്മയുടെ സൽപുത്രനെ വളച്ച് വശീകരിച്ച് സ്വന്തമാക്കി തറവാട്ടിന്ന് തന്നെ പറിച്ചു നട്ടിട്ട് അവള് രാഗവിസ്താരം നടത്തി ആസ്വദിച്ച് രുചിക്കോട്ട് തയ്യാറാക്കുന്നു. അവളുടെ ഒരു നളപാചകം. മേഡം വേണ്ട, ആഹാരം നശിപ്പിക്കരുത്. എന്നെ തടയാൻ നീ ആരാടി? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമെ ചിരിച്ച് കുഴഞ്ഞഭിനയിക്കുന്ന നിന്റെ വേഷം കെട്ടൊന്നും ഈ വിലാസിനിയോട് വേണ്ട. നീ ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത പല വേഷങ്ങളും കെട്ടി ഉറഞ്ഞാടിയിട്ടുള്ളവളാ ഞാൻ. അതിലൊരു വേഷ ഇപ്പൊ നീ കണ്ടു തുടങ്ങിയത്. നിന്റെ ചാന്തും കൂട്ടും അഴിച്ചു വെക്കേണ്ട സമയമായി അറിയിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്താടി നീ വിചാരിച്ചേ? ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് ഇവിടെ ഇങ്ങനെ ആഘോഷിച്ചങ്ങ് കഴിയാന്നോ? ഇതേ നിന്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതൊന്നും അല്ല, നിന്റെ തന്തയുടെ മികച്ച അഭിനയത്തിന് അഖില എഴുതി കൊടുത്ത ഔദാര്യോ. ഇവിടെയുള്ള നിന്റെ പൊറുതി ഇന്നത്തോടെ മതി. ഇറങ്ങടി, ഇറങ്ങടി, ഇറങ്ങാൻ. എന്തൊക്കെ? അയ്യോ പഞ്ചപാവം, അവൾക്കൊന്നും മനസ്സിലായിട്ടില്ല. എടി, പാല് തന്ന കൈക്ക് കൊത്തിയ നിന്നെ എന്ത് ചെയ്താലും അഖിലാന്റി വിലാസിനാന്റിയോട് ഒന്നും ചോദിക്കാൻ വരില്ല. അത്രയ്ക്ക് സ്നേഹവും വിശ്വാസവും ആ വിലാസിനി ആന്റിയോട് അഖിലാന്റിക്ക് ഇപ്പോ. മനസ്സിലായല്ലോ? ഇറങ്ങടി, ഇറങ്ങാൻ. എടി ഇറങ്ങാൻ. മേഡം എന്താടി നിനക്ക് പറഞ്ഞ മനസ്സിലാവാത്ത? മേഡം വീട് ഇറങ്ങ്. ഞാൻ പറയുന്ന കേക്കോട്ട് പാടി. മേഡം വീട് ഇറങ്ങ. ദേ നോക്ക്, എത്രയും വേഗം നിന്റെ തന്തയും ആ തടിയും ചെക്കനെയും വിളിച്ചോണ്ട് ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ ഈ ഔട്ട് ഹൗസിലിട്ട് നിന്നെ ഞാൻ കത്തിക്കും.
എന്തടി നോക്കുന്നേ? സൂപ്പർ ആന്റി, കൊടുക്കാന്റി അവൾക്കിട്ട് അങ്ങനെ തന്നെ. പറഞ്ഞ മനസ്സിലാവില്ലടി. ഇത് ഞാൻ താലി കെട്ടിയ എന്റെ പെണ്ണ. എന്റെ താലി ഈ കഴുത്തിലുള്ളിടത്തോളം ഇവളെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഇതിന് മറുപടിയായി ഈ 3/4 ഇഞ്ച് കവിളത്ത് എന്റെ ഈ കൈ പതിഞ്ഞാലുണ്ടല്ലോ, 14 ലോകവും കാണും നിങ്ങള്. അത് ചെയ്യാത്തത് എന്റെ ഇളയച്ചൻ കെട്ടിയ താലി ഈ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടാ. ഇനി ഇവിടെ വന്ന് ഇവളുടെ നേരെ കുതിര കയറാൻ വന്നാൽ ഓഹോ, ഇനി ആരെ സന്തോഷിപ്പിക്കാനാണെങ്കിലും ഇവൾക്ക് നേരെ ഇനി ഈ കൈ ഉയർന്നാൽ ഇളയമയാണോ ചിറ്റമ്മയാണോന്നൊന്നും നോക്കില്ല ഞാൻ. അടിച്ച് കാരണം പൊളിക്കും, വെട്ടി അരിഞ്ഞു കളയും ആ കൈ. വിളിച്ചോണ്ട് പോടി എന്റെ കൺമുന്നിന്ന്. ഇല്ലെങ്കിൽ ഇതിനെല്ലാം കൂട്ടുനിന്ന് എരിവേറ്റി കൊടുക്കുന്ന നിന്റെ കവളത്തായിരിക്കും ആദ്യം എന്റെ കൈ വീഴുന്നത്. വിളിച്ചോണ്ട് പോടി. വാ ആന്റി, നമുക്ക് പോവാം. വാ. മകലേണി, എന്താ വലിയ? ഏയ് ഒന്നുമില്ല, കാലിലൊരു വേദന, എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടാവും.